പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളുടെ ഒരു സ്റ്റോറി ലൈനെ സംബന്ധിച്ചാണ്. ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. നിലവിലെ ചാമ്പ്യനായ ബ്രോൺ ബ്രേക്കർ മെയിൻ ഇവന്റ് ജെ ഊസോ എന്ന റെസ്ലറിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ഫേറ്റൽ ഫോർവേ മത്സരത്തിൽ കഴിഞ്ഞ ആഴ്ച വിജയിച്ചിട്ടാണ് ജെ ഊസോ പുതിയ നമ്പർ 1 കണ്ടൻഡർ ആകുന്നത്. നമുക്കിന്ന് ഈ സ്റ്റോറി ലൈൻ്റെ ഭാഗമായി കുറച്ച് സെഗ്മെൻറ്റുകൾ റോയിൽ കാണാൻ സാധിച്ചു. ആ സ്റ്റോറി ലൈനുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സെഗ്മെൻറ്റിൽ ജെ ഊസോയും ബ്രോൺ ബ്രേക്കറും ഫേസ് ടു ഫേസ് വന്ന് കുറച്ച് പ്രൊമോ സെഗ്മെൻറ്റ്സ് നടത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇരുപക്ഷത്തും നല്ല രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എതിരാളിയെ ആക്രമിക്കുന്ന രീതിയിലുള്ള ഒരു ഭാഗങ്ങളാണ് കാണാൻ സാധിച്ചത് എന്നുണ്ടെങ്കിലും ഈ വാക്കുവാദത്തിൻ്റെ അവസാനം ബ്രോൺ ബ്രേക്കർ ജെ ഊസോയെ ആക്രമിക്കുന്നുണ്ട്. എന്നാൽ ബ്രോൺ ബ്രേക്കറിനെ തിരികെ സ്പിയർ ചെയ്തുകൊണ്ട് ജെ ഊസോ ആ ഒരു സമയത്ത് ഒന്ന് മേധാവിത്വം ഏറ്റെടുക്കുന്നുണ്ട്. എന്നാൽ മെയിൻ ഇവൻറ്റിൽ ജഡ്ജ്മെൻ്റ് ഡേ ഗ്രൂപ്പ് ഡെമിൻ പ്രീസ്റ്റിനെയും റിയ റിപ്ലിയെയും ആക്രമിക്കുന്ന സമയത്ത് ജെ ഊസോ രക്ഷിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പിയറാണ് ബ്രോൺ ബ്രേക്കറിൻ്റെ ഭാഗത്ത് നിന്ന് ജെ ഊസോയ്ക്ക് നേരിടേണ്ടി വന്നത്. അപ്പോൾ ജെ ഊസോയ്ക്കെതിരെ ബ്രോൺ ബ്രേക്കർ സ്റ്റാൻഡിങ് ടോൾ എന്നുള്ളൊരു രീതിയിലാണ് റോ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു റോ എപ്പിസോഡോ അല്ലെങ്കിൽ സ്മാക്ഡൗൺ എപ്പിസോഡിലോ ഒരു ചാമ്പ്യനെയോ ചലഞ്ചറിനെയോ സ്റ്റാൻഡിങ് ടോൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ടൈറ്റിൽ മത്സരത്തിൽ, അതായത് അടുത്ത ആഴ്ചത്തെ ടൈറ്റിൽ മത്സരത്തിൽ ആ റെസ്ലർ പരാജയപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാണ് നമ്മൾ ഇതുവരെയുള്ള ഒരു സ്റ്റോറി ലൈൻ ഫോർമാറ്റിൽ WWE സ്റ്റൈലിൽ കണ്ടിട്ടുള്ളത്. എന്നാൽ നമുക്ക് അടുത്ത റോയിൽ കാണാൻ സാധിക്കുന്ന മത്സരത്തിൽ ജെ ഊസോ പരാജയപ്പെടുന്നത് തന്നെയായിരിക്കും കാണാൻ സാധിക്കുക. ബ്രോൺ ബ്രേക്കറിനെ ജെ ഊസോ പരാജയപ്പെടുത്താൻ എന്തായാലും ഒരു സാധ്യതയുമില്ല. കാരണം ജെ ഊസോയുടെ ഭാവിയിലെ സ്റ്റോറി ലൈനുകൾ ഇപ്പോൾ തന്നെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അതിനിടയിൽ ജെയെ ഒരു ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനാക്കി കൊണ്ടുപോകേണ്ട ഒരു ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ജെ ഊസോ പരാജയപ്പെടാൻ ബ്രോൺ ബ്രേക്കർ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത. റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മറ്റൊരു മത്സരം സാമി സെയിൻ വേഴ്സസ് ലുഡ്വിഗ് കൈസർ തമ്മിലുള്ള സിംഗിൾസ് മത്സരമാണ്. ഇന്നത്തെ റോ എപ്പിസോഡിലും സാമി സെയിൻ വന്നിട്ട് ഗിന്ദറിൻ്റെ കൈവശമുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിനുള്ള ഒരു ചലഞ്ച് പ്രഖ്യാപിച്ചു. എന്നാൽ അതിന് മറുപടി കൊടുത്തുകൊണ്ട് കൈസറാണ് അങ്ങോട്ടേക്ക് വരുന്നത്. ഗിന്ദറിനെതിരെ ചലഞ്ച് പ്രഖ്യാപിക്കാൻ നിനക്ക് നാണമില്ലേ? ഗിന്ദർ നിന്നെ പോലെയുള്ള ഒരു റെസ്ലറിനെതിരെ മത്സരിക്കില്ല എന്നുള്ളത് കൈസർ പറയുന്നുണ്ട്. അപ്പോൾ ഗിന്ദറിന് ഇത് തൻ്റെ മുഖത്ത് നോക്കി പറയാൻ പേടിയായിട്ടാണോ നിന്നെ പറഞ്ഞു വിട്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഗിന്ദർ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ഒരു നിമിഷം ഗിന്ദറും കൈസർ തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് വരുന്ന ഒരു നിമിഷത്തിൽ അവർക്ക് തമ്മിലുള്ള ഒരു പ്രശ്നം കാണിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് തോന്നിപ്പിച്ചെങ്കിലും കൈസർ പെട്ടെന്ന് സാമിയെ ആക്രമിക്കുന്നു. എന്നാൽ സാമി പിന്നീട് തിരിച്ചടിക്കുന്നുണ്ട്, കൈസറിനെതിരെ ഒരു ആധിപത്യം എടുക്കുന്നുണ്ട്. അതുമൂലമാണ് അടുത്ത റോയിലേക്ക് ഈ ഒരു സിംഗിൾസ് മത്സരം കൺഫേം ചെയ്തിട്ടുള്ളത്. ആ മത്സരത്തിൽ സാമി സെയിൻ വിജയിച്ചുകൊണ്ട് ഗിന്ദറിൻ്റെ ചാമ്പ്യൻഷിപ്പിന് താനൊരു തക്കതായിട്ടുള്ള ഒരു എതിരാളിയാണെന്നുള്ളത് ഒരിക്കൽ കൂടി അടിവര ഇടും. അതിലൂടെ ഇവരുടെ ചാമ്പ്യൻഷിപ്പ് മത്സരം വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി കൺഫേം ചെയ്യുന്നതും തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഗിന്ദർ വേഴ്സസ് കൈസർ തമ്മിലുള്ള ഒരു സ്റ്റോറി വരുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പാണ് നമുക്കിന്ന് റോയിൽ കാണാൻ സാധിച്ചത്. ഏതെങ്കിലും ഒരു അവസരത്തിൽ കൈസർ ഗിന്ദറിനെ ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അവർ പറഞ്ഞു വരുന്നത്. അതായത് കൈസറിന് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ കെൽപ്പുള്ള ഒരു റെസ്ലറായി മാറിയിട്ടുണ്ട് എന്നതിൻ്റെ സൂചനകളാണ് അവർ അവിടെ നൽകിയിട്ടുള്ളത്. റോ എപ്പിസോഡിലേക്ക് ഡ്രൂ മാക്കിൻഡയറിൻ്റെ തിരിച്ചുവരവ് നടക്കുന്ന ഒരു സെഗ്മെൻറ്റും അടുത്ത ആഴ്ച കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മത്സരങ്ങളും സെഗ്മെൻറ്റുകളുമാണ് അടുത്ത ആഴ്ചയിലേക്ക് ഇന്നത്തെ റോ എപ്പിസോഡിന് ഇടയിലൂടെ ഉറപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് ന്യൂ ഡേ എന്ന് പറയുന്ന ടാഗ് ടീമിനെ സംബന്ധിച്ചാണ്. ന്യൂ ഡേ ടീമിലെ കോഫി കിങ്സ്റ്റണും ക്സാവിയർ വുഡ്സും വേർപിരിഞ്ഞു എന്നുള്ളതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും ഇന്നത്തെ റോയിലൂടെ അവർ കാണിച്ചിട്ടുണ്ട്. ഇന്നത്തെ റോ എപ്പിസോഡിൽ ന്യൂ ഡേ എന്ന് പറയുന്ന ടീം ജഡ്ജ്മെൻറ്റ് ഡേയുടെ ഫിൻ ബെലർ, ജെഡി മക്ഡൊണ തുടങ്ങിയ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരെ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. മത്സരത്തിൽ ചില ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടായി. മത്സരത്തിൽ റഫറി കൃത്യമായി മത്സരം ഫോക്കസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ന്യൂ ഡേ പരാജയപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനെ തുടർന്നുള്ള ചെറിയ വാക്കുതർക്കങ്ങൾ ാണ് ക്സാവിയർ വുഡ്സിൻ്റെയും കോഫി കിങ്സ്റ്റൻ്റെയും ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ സ്റ്റോറിയിൽ ഞാൻ ക്സാവിയർ വുഡ്സിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രമേ സംസാരിക്കുകയുള്ളൂ. കാരണം ക്സാവിയർ വുഡ്സിൻ്റെ ഭാഗത്താണ് ന്യായം. ക്സാവിയർ വുഡ്സ് ഇനി ഈ സ്റ്റോറിയുടെ ഭാഗമായി വില്ലനാകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പോലും ക്സാവിയർ വുഡ്സ് ചെയ്തതാണ് ശരിയെന്ന് ഞാൻ പറയുകയുള്ളൂ. കാരണം ഈ റോ എപ്പിസോഡിലെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് മുൻപ് ക്സാവിയർ വുഡ്സ് ബാക്ക് സ്റ്റേജിൽ ഡെമിൻ പ്രീസ്റ്റിനെയും
ജെ ഉസോയെയും കാണുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് ഇടയിൽ വരണ്ട എന്നുള്ളത് വുഡ്സ് അവരോട് പറയുന്നുണ്ട്. എന്നാൽ കോഫി കിങ്സ്റ്റൺ ആണെങ്കിൽ LWO എന്ന് പറയുന്ന ഫാക്ഷൻ്റെ സഹായം തേടുന്നുണ്ട്. ആ ഫാക്ഷൻ വന്നതുകൊണ്ടാണ് റഫറിയുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകുന്നതും ന്യൂ ഡേ എന്ന് പറയുന്ന ടീം വിജയിക്കാതിരിക്കാനുള്ള ഒരു കാരണമായി മാറുന്നതും. അപ്പോൾ ക്സേവിയർ വുഡ്സ് ടീം വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ പരിശ്രമങ്ങളും നടത്തുന്നുണ്ട്. എന്നാൽ ക്സേവിയർ വുഡ്സിനെ കൊണ്ടോ അല്ലെങ്കിൽ കോഫിയെ കൊണ്ടോ വിജയിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കോഫി മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരുടെ സഹായം തേടിയിട്ടാണ് കോഫി പോകുന്നത്. അപ്പോൾ ക്സേവിയർ വുഡ്സ് ഈ ഒരു ടീം വിട്ട് ഒരു ഇൻഡിവിജ്വൽ റെസ്ലറായി മാറിയാലും ന്യൂ ഡേ എന്ന് പറയുന്ന ടീമിൽ ഇനി നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാലും ക്സേവിയർ വുഡ്സിൻ്റെ ഭാഗത്താണ് ന്യായം. കാരണം കോഫി കിങ്സ്റ്റൺ ക്സേവിയർ വുഡ്സിനെ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന് ഇനിയും മത്സരങ്ങൾ വിജയിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ന്യൂ ഡേ എന്ന് പറയുന്ന ടീമിന് മറ്റുള്ളവരുടെ സഹായമില്ലാതെ മത്സരങ്ങൾ വിജയിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ കോഫിക്ക് വിശ്വാസമില്ല. അപ്പോൾ ക്സേവിയർ വുഡ്സ് കോഫിയെ ആക്രമിക്കുന്ന ഒരു മൊമെൻറ്റ് കാണാൻ സാധിച്ചാലും ഞാൻ ക്സേവിയർ വുഡ്സിൻ്റെ ഭാഗത്തേ നിൽക്കുകയുള്ളൂ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അവസാനമായി പങ്കുവെക്കാനുള്ളത് ബ്രോൺ സ്ട്രോമൻ വേഴ്സസ് ബിഗ് ബ്രോൺസൺ റീഡ് തമ്മിലുള്ള മത്സരത്തിൻ്റെ ആ മൊമെൻറ്റ്സിനെ സംബന്ധിച്ചാണ്. മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ റിങ്ങിൻ്റെ റോപ്പൊക്കെ പൊളിഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് ഫൈറ്റ് ചെയ്ത് ബാക്ക് സ്റ്റേജിലേക്ക് എത്തുന്നതും ബാക്ക് സ്റ്റേജ് മൊത്തത്തിൽ അടിച്ച് തരിപ്പണമാക്കുന്നതുമാണ് നമുക്ക് ഇവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. ഈ ഒരു ഭാഗങ്ങളെല്ലാം കഴിയുന്നതിന് ശേഷം റോയുടെ ജനറൽ മാനേജറായ ഏദൻ പിയേഴ്സ് സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് ബ്രോൺസൺ റീഡിനും ബ്രോൺ സ്ട്രോമനും അവർ വലിയൊരു തുക പിഴ ഈടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് അടിയിൽ ബ്രോൺ സ്ട്രോമൻ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതിനുള്ളത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും ബ്രോൺ സ്ട്രോമൻ ബ്രോൺസൺ റീഡ് ഇവരുടെ മത്സരം അല്ലെങ്കിൽ ഇവരുടെ സ്റ്റോറി ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. ഒരു ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് മത്സരം വരെ നമുക്ക് ഇവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചേക്കാം. കുറച്ചധികം നാളുകൾക്ക് മുൻപ് വരെ ഇത്തരത്തിലുള്ള ബാക്ക് സ്റ്റേജ് ഫൈറ്റൊന്നും നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. ബ്രോൺസൺ റീഡും ബ്രോൺ സ്ട്രോമൻ്റെയും സ്റ്റോറി തുടങ്ങിയതിന് ശേഷമാണ് ഇൻട്രസ്റ്റിംഗ് ഉള്ള ഇത്തരം ബാക്ക് സ്റ്റേജ് ഫൈറ്റിലേക്കുള്ള സെഗ്മെൻറ്റുകൾ നമുക്ക് കാണാൻ സാധിച്ചത്. തുടർന്നുള്ള റോയിലും ഇത്തരത്തിലുള്ള കുറച്ചും കൂടി ഹാർഡ് കോർ ലെവലുള്ള മൊമെൻറ്റ്സ് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.